ഹലോ നമസ്കാരം വെൽക്കം ടു Reshmahappyland. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റംദാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ബീഫ് ബ്രെഡ് കബാബാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടണില്ലേ അതിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 250 ഗ്രാം ബോൺലെസ് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതെല്ലാം കൂടി ഇട്ടാണ് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പെരിഞ്ജീരകമില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു ഡോ ആക്കി എടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബ്രെഡ് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഈ സമയത്ത് കോൺഫ്ലോറോ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടിയില്ലേ അത് ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഡോ റെഡിയായ ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കിത് കബാബിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഒരു സ്ട്രോ ഇട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് സൈഡില്ലേ അത് ഇഷ്ടമായാലും മതി. അത് ഇതിനുള്ളിലേക്ക് കടത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കബാബിൻ്റെ ഷേപ്പ് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഷേപ്പായ ശേഷം നമുക്ക് ആ സ്ട്രോ ഒന്ന് ഊരി മാറ്റാം. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. ഇനി ഒരു പാൻ ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ബീഫല്ലേ കുറച്ചൊന്ന് കുക്കാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫ്രൈങ് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കബാബ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കബാബ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.